പാലക്കാട് അട്ടപ്പാടി ഇടവാണിയിലെ ജനവാസ മേഖലയിൽ കരടി ഇറങ്ങി എന്നൊരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. പ്രദേശവാസികളെ കരടി ആക്രമിച്ചിട്ടില്ല. കഴിഞ്ഞ 2 വർഷമായി ഈ പ്രദേശത്ത് കരടിയുടെ സാന്നിധ്യമുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഇതുവരെ നാട്ടുകാരെ കരടി ആക്രമിച്ചിട്ടില്ല, പക്ഷേ ഇതവിടെ ഭീതി പരത്തുന്നുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. നിഖിൽ, കഴിഞ്ഞ 2 വർഷമായി ഈ മേഖലയിൽ കരടിയുടെ സാന്നിധ്യമുണ്ട്. ഈ അപകടമുണ്ടാക്കുന്ന, ആക്രമിക്കുന്ന ഒരു വന്യമൃഗം കൂടിയാണിത്. ആ മേഖലയിലെ ജനങ്ങൾക്ക് അതിൽ സ്വാഭാവികമായും ആശങ്കയും ഭീതിയും ഉണ്ടാകും. വനം വകുപ്പ് എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ, സ്വീകരിച്ചിട്ടുണ്ടോ? വിജയകുമാർ, ആനയുടെ ആശങ്കയായിരുന്നു ഈ അട്ടപ്പാടി മേഖലയിൽ വളരെ സജീവമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിരുന്നതെങ്കിൽ അതിനൊപ്പം തന്നെ ഇപ്പോൾ ഈ കരടിയുടെ സാന്നിധ്യം ഇത് 2 വർഷത്തോളമായി ഈ മേഖലയിൽ ഉണ്ടെങ്കിലും ജനവാസ മേഖലയിലേക്ക് അങ്ങനെ ഇറങ്ങാറില്ല. നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെ ഒരു വീടിനോട്, ഇടവാണി ഊരിലെ ഒരു വീടിനോട് ചേർന്ന് ഈ കരടി ചേർന്നിരിക്കുന്ന കാഴ്ചകൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതോടുകൂടിയാണ് പ്രദേശവാസികൾക്ക് ഒരു ആശങ്ക രൂപപ്പെടുന്നത്. സാധാരണഗതിയിൽ ഇത് വീടുകൾക്ക് സമീപത്തെത്തി, പ്രത്യേകിച്ച് ആളില്ലാത്ത വീടിന് സമീപത്തടക്കം എത്തി വീടുകളിൽ നിന്ന് അരിയും സാധനങ്ങളും ഒക്കെ തിന്നുന്നതാണ് ഇതിന്റെ ഒരു പ്രകൃതി. കഴിഞ്ഞ ഏതാനും നാളുകളായി സമാനമായ രീതിയിൽ ഇത് തുടർന്നു പോരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ജനവാസ മേഖലയിലേക്ക്, കൂടുതൽ വീടുകൾക്ക് അരികിലേക്കൊക്കെ എത്താൻ തുടങ്ങിയതോടുകൂടിയാണ് പ്രദേശവാസികൾക്ക് ഒരു ആശങ്ക രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതുവരെ ഇവിടെയുള്ള ആളുകളൊന്നും തന്നെ ഇത് ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇടവാണി ഊരിൽ ഇന്നലെ വൈകിട്ട് 4:30 ഈ കരടി എത്തിച്ചേരുകയും പിന്നീട് അവിടെ തന്നെ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ തുടരുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ ഈ ഊരിലുള്ള ആളുകൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവരിവിടേക്ക് എത്തിച്ചേരുകയും കരടിയെ ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ പിടികൂടുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നീക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്തായാലും ഇപ്പോൾ കൂടുതലായി ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് ഇത് എത്തുന്നത് ഇവിടെയുള്ള ആളുകളിൽ ആശങ്ക ഉണർത്തുന്നുണ്ട്. ശരി, നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. കരടിയുടെ സാന്നിധ്യം അവിടെ തുടരുന്നുണ്ട്, പക്ഷേ ജനവാസ മേഖലയിലേക്ക് അത് കൂടുതൽ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഈ മണിക്കൂറുകളിൽ ജനവാസ മേഖലയിലേക്ക് കൂടുതൽ എത്തുന്നു എന്ന ആശങ്ക നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട്. വനം വകുപ്പ് തുടർ നടപടി സ്വീകരിക്കുമെന്ന് കരുതാം.